പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 1:1. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ബലി അർപ്പിച്ച് സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങിയപ്പോഴും പരിശുദ്ധാത്മാവിനെ നാം കാണുന്നു. പെന്തക്കോസ്ത് നാളിൽ സകല ശിഷ്യരിലും ഈ ആത്മാവ് വന്നിറങ്ങി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേലെ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 2:3-4. നാം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചവരാണ്. ഈ നിറവിനെ നാം അനുദിനം പുതുക്കിക്കൊണ്ടിരിക്കണം. ഈ ആത്മാവ് നമ്മിൽ വസിച്ചാൽ പല ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും. 1. ജഡീക സ്വഭാവം നമ്മിൽ ഉണ്ടാവുകയില്ല. ജഡീകന്മാരായി നടന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാകുകയില്ല. ആരാണ് ജഡീകന്മാർ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? 1 കൊരിന്ത്യർ 3:3. ഈർഷ്യവും കോപവും ഉണ്ടെങ്കിൽ നാം ജഡീകന്മാരാണ്. ജഡീകന്മാരിൽ ആത്മാവ് വസിക്കുന്നില്ല. 2. പരിശുദ്ധാത്മാവ് നമ്മിൽ പാപബോധം നൽകും. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. യോഹന്നാൻ 16:7-8 3. ആത്മാവ് പ്രാർത്ഥനയും ആരാധനയും പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ ശരിയായ ആരാധന എന്തെന്ന് നാം അറിയും. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യോഹന്നാൻ 4:24. 4. പരിശുദ്ധാത്മാവ് നിരാശ മാറ്റി ശക്തി നൽകുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? റോമാലേഖനം 7:24. വേദപുസ്തകത്തിൽ അനേകം ഭക്തന്മാർ നിരാശയിലൂടെ കടന്നുപോയതായി കാണുന്നു. സ്വർഗം അഗ്നിയായി ഇറങ്ങി ബലിവസ്തുക്കളെ ദഹിപ്പിക്കുന്നത് കണ്ട പ്രവാചകനായിരുന്നു ഏലിയാവ്. മരണഭീഷണി ഭയന്ന് ഒരിക്കൽ ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്. ജീവിതത്തിൽ ഇനി മതി എന്ന് തോന്നുന്ന നിരാശാജനകമായ സംഭവങ്ങൾ കടന്നു വരുമ്പോൾ പുതുശക്തി നൽകി നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ സഹായകനും കാര്യസ്ഥനുമായ പരിശുദ്ധാത്മാവ് കടന്നു വരാൻ നാം എന്തു ചെയ്യണം? 1. ഹൃദയം നേരുള്ളതാകണം. ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് ശീമോൻ കരുതി. അവനെ ശക്തമായി പത്രോസ് ശാസിച്ചു പറഞ്ഞു, നിന്റെ ഹൃദയം ദൈവസേനയിൽ നേരുള്ളത് അല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. അപ്പോസ്തല പ്രവൃത്തി 8:21. 2. അനുതാപ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടമാകുന്നു. പാപിനിയായ സ്ത്രീ യഥാർത്ഥമായ അനുതാപത്തോടെ കർത്താവിലേക്ക് വന്നു. അവർ പാപമോചിതയായി പരിശുദ്ധാത്മാവിനെ നേടി. 3 തവണ കർത്താവിനെ അതിക്രൂരമായി തള്ളിപ്പറഞ്ഞ പത്രോസിൽ കർത്താവിൻ്റെ ഒരു നോട്ടം ആത്മതപനം വരുത്തി. കർത്താവ് പ്രാർത്ഥിച്ച ഗത്സമനയിലേക്ക് അവൻ ഓടി അനുതപിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് രക്തസാക്ഷിയായി. 3. കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. യേശു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് നിറഞ്ഞു. അതുപോലെ ഈ ആത്മനിറവിനായി ഹൃദയം വിശുദ്ധീകരിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. 4. ദൈവ കൽപ്പനകൾ നാം പാലിക്കണം. വചനം വായിച്ച് ദൈവ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ വസിക്കും. 5. സമർപ്പണം ആത്മാവിനാൽ നിറയ്ക്കുവാൻ ഇടയാകും. നാം ഒന്നുമല്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താണിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും.
ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അനുദിനം ശക്തി പ്രാപിക്കുവാൻ കഴിയും. നിർമ്മലമായ ഹൃദയത്തിൽ ആത്മാവ് പരിവർത്തിക്കും. ദാവീദ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. 51-ാം സങ്കീർത്തനം 10-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com